ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ വിഷുവാണല്ലോ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങൽ തന്നെയാണ് പരിപാടി. അപ്പൊ തെണ്ടാനായിട്ട് പോകലാണ്. ഞാനങ്ങനെ നേരെ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കല. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കടയിൽ കയറി ഷെയ്ക്ക് കുടിക്കാൻ നോക്കി. അവിടെ നല്ല ഷെയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവൻ പറഞ്ഞു 30 രൂപക്ക് ഷെയ്ക്ക് ഇടുന്ന ഒരു കടയുണ്ട്, നേരെ അവിടത്തേക്ക് പോകാൻ. അപ്പൊ നേരെ അവിടത്തേക്ക് വിട്ടു. അവിടെ പോയിട്ട് കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും 30 രൂപക്ക് ഇത് ഭയങ്കര വേർത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഒന്ന് പടക്കം വാങ്ങാൻ പോകണം. വിഷുവല്ലേ, ഇതൊക്കെ തന്നെ പരിപാടി. വിഷു ആയതുകൊണ്ട് 4 ഭാഗത്തുനിന്ന് പടക്കം പൊട്ടുന്ന കേട്ടിട്ട് ആൾക്ക് ഭയങ്കര പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. അങ്ങനെ അച്ഛൻ പിടിച്ച് വീട്ടിന്റെ ഉള്ളിലാക്കി. അങ്ങനെ നേരെ ഞാനും കൂടെ പടക്കം വാങ്ങാൻ പോയി. വെറുതെ പടക്കം ഇങ്ങനെ പൊട്ടിച്ചൊളിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ അവിടുന്ന് പടക്കം വാങ്ങി നേരെ റിട്ടേൺ വന്നു. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു 8 മണിയായപ്പോ ജസ്റ്റ് ഒന്ന് മാനന്തവാടി വയനാട് പോയിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും നോക്കിയില്ല, രാത്രി തന്നെ മാനന്തവാടി വയനാട് പോകുന്നതിന് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അവിടെ പോയി ഒരു ചായ കുടിക്കുക, റിട്ടേൺ വരിക. നമ്മളങ്ങനെ ഇവിടുന്ന് വിട്ട് കണ്ണവെത്തുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു നല്ലൊരു റെസ്റ്റോറന്റ് കയറി ഫുഡ് കഴിക്കാൻ നിന്നു. അങ്ങനെ നല്ല അൽഫാമും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് വിഷു ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ, ഓരോ വീട്ടിൽ നിന്ന് ഓരോ വെടിക്കെട്ട്. നമ്മളങ്ങനെ പേടിയോട് കൂടിയിട്ട് വയനാട് ചുരം കയറി. നല്ല പേടി ഉണ്ടായിരുന്നു. രാത്രിയാണ്, ആനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. നമ്മളങ്ങനെ 80 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മളെ മാനന്തവാടി ടൗണിലെത്തി. നല്ലൊരു അടിപൊളി ചായക്കട നോക്കിയിട്ട് നമ്മൾ കയറി. ഇവർ രണ്ടുപേരും അങ്ങനെ മാംഗോ ഷേക്കിന് പറഞ്ഞു. ഞാനൊരു ചായയും അവനൊരു ലൈം ടീയും പറഞ്ഞു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് എന്തിനാണെന്നാണ് എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഓർഡർ ചെയ്ത സാധനം കിട്ടി, ചായയും കിട്ടി, ഷെയ്ക്കും കിട്ടി, ലൈം ടീയും കിട്ടി. നമ്മളങ്ങനെ വന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ റിട്ടേൺ ആണ്. ഇനി റിട്ടേൺ പോകുന്ന റോഡിന്റെ കാഴ്ചയാണിത്. ഭയങ്കര കോടമഞ്ഞ്. സത്യം പറഞ്ഞാൽ റിട്ടേൺ വരുന്ന സമയത്ത് മഞ്ഞ് കിട്ടിയത് കൊണ്ട് കുറച്ചൊരു ഹാപ്പി ആയിരുന്നു. അങ്ങനെ ചുരം ഇറങ്ങി നെടുമ്പൂലെത്തിയപ്പോ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ എന്തായാലും സേഫ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും അടുത്ത വ്ളോഗായിട്ട് കാണാം.